ഈ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾ നോക്കുക. നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ സെക്കൻഡ് അത് വർക്ക് ചെയ്യുക, പിന്നെ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ ചില സമയത്ത് അത് ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. 2-3 കാരണങ്ങളെ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ഡ്രില്ലിലേക്ക് കറണ്ട് വരുന്ന വയറിന് എവിടെയെങ്കിലും ഉള്ളിൽ പൊട്ടലുണ്ടെങ്കിൽ സംഭവിക്കും. അതുപോലെ സ്വിച്ചിൽ പ്രശ്നം ഉണ്ടെങ്കിൽ, കാർബണിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും. ഞാനിവിടെ ഡ്രില്ലിൻ്റെ സ്ക്രൂ എല്ലാം അയച്ചു മാറ്റി അതിൻ്റെ കവർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇതിൻ്റെ കാർബണിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും പൊട്ടോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ്. കാർബണ് നല്ല സീറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്, എവിടെയും പൊട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇനി അതുപോലെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കേബിള്, ഇതിലേക്ക് കറണ്ട് വരുന്ന വയറാണ്. നമ്മൾ ഡ്രില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പം ഈ ഭാഗത്ത് ഉള്ളിൽ പൊട്ട് വരും. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഒട്ടുമിക്ക പവർ ടൂളുകൾക്കും വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം ആദ്യം. ഇപ്പോൾ ഡ്രില്ലിലേക്ക് കറണ്ട് വരുന്ന വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തു. അതിന് കുഴപ്പങ്ങളൊന്നുമില്ല. അതെങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ വിശദമായ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ള. അതൊരു മൾട്ടിമീറ്റർ തന്നെ വേണമെന്നില്ല, സാധാരണ ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിലും ഏതൊരാൾക്കും ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ കാർബണ് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാർബണ് ക്ലീൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ വശത്തുള്ള കാർബണും ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അങ്ങനെ കറക്റ്റായി ഞാൻ കാർബണ് ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കൊടുത്തു. ജസ്റ്റ് സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ വളരെ കുറഞ്ഞ സെക്കൻഡ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് ഡ്രില്ല് ഇപ്പോഴും ഉള്ളത്. അപ്പം കോഡ് വയറിൻ്റെ കംപ്ലൈൻ്റ് അല്ല, കാർബണിൻ്റെ കംപ്ലൈൻ്റ് അല്ല എന്നുള്ളത് ഉറപ്പിച്ചു. സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ് ഇനി ഉള്ളത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഞാൻ സ്വിച്ചിൻ്റെ സൈഡ് അയച്ചപ്പം നല്ല രീതിയിൽ തന്നെ അതിന് ഈർപ്പുണ്ട്. ഈ മോഡൽ സ്വിച്ചുകളൊന്നും ആരും റിപ്പയർ ചെയ്യലില്ല കേട്ടോ, ജസ്റ്റ് മാറ്റിയിടുകയാണ് ചെയ്യുക. ഞാനും ഇവിടെ അത് തന്നെ ചെയ്യുന്നത്, ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് മാത്രം. ഇതിൻ്റെ 4 വയറിൻ്റെ വശത്തും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈർപ്പം കാണാം ഈ സൈഡിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ ഫംഗസ് ഉണ്ട്. ഇതുപോലെ വന്ന് കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടാതെ വന്നാലും ഡ്രില്ലിന് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സ്വിച്ച് മാറ്റണം. പിന്നെ ഈ സ്വിച്ചിൻ്റെ പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിൻ്റെ അയച്ച വശം സൈഡ് വശം ആ കവർ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്വിച്ചിന് കറക്റ്റ് ഇതിനകത്ത് വരുന്ന ഒരു ജമ്പർ പോലത്തെ ഒരു സംഭവമുണ്ട്. ആ സംഭവം കംപ്ലൈൻ്റ് ആയി പോയതാണ്. അപ്പോൾ ഞാൻ ആ വശം കൂടെ ജസ്റ്റ് ഒന്ന് അയച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്കിവിടെ ചെറിയൊരു പീസ് വീണ് കിടക്കുന്നത് കാണാം, അകത്ത് ചെറിയൊരു പീസ്. അപ്പോൾ ഡയറക്റ്റ് എന്താവില്ല, ഇത് കറക്റ്റ് കോണ്ടാക്റ്റ് വരാത്തതുകൊണ്ടാണ് ഈ ഡ്രില്ല് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും സ്വിച്ച് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്താണ് ഈ സ്വിച്ചിൻ്റെ പ്രശ്നം എന്നുള്ളത് പറഞ്ഞാണ്. നിങ്ങൾക്ക് അവിടെ കാണാം ഒരു ചെറിയൊരു പീസ് അവിടെ പെൻഡായി വീണ് കിടക്കുന്നത്. അപ്പോൾ ആകെ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട് സ്വിച്ച്. അപ്പോൾ നമുക്ക് പുതിയ സ്വിച്ച് മാറ്റിയിടാം കേട്ടോ. പുതിയ സ്വിച്ച് മാറ്റിയിടുമ്പം ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, സ്വിച്ചിൻ്റെ വയറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കരുത്. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ വയറോ കാര്യങ്ങളോ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്വിച്ച് വാങ്ങിച്ച് വന്നതിന് ശേഷം മാത്രം ഓരോ വയറുകളായിട്ട് പുതിയ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ സ്വിച്ചിൻ്റെ വയറുകൾ മാറുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ പുതിയ സ്വിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കളറിലെ വ്യത്യാസമുള്ളൂ, സെയിം സ്വിച്ചാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ പുതിയ സ്വിച്ച് ഇതിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഈ സ്വിച്ചിലേക്ക് കറണ്ട് വരുന്ന വയറുകൾ മാത്രമാണ് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് ഹോളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാണ്. ഇത് നമുക്ക് ഊരിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വയർ പ്രസ് ചെയ്യുന്ന ഹോളിൻ്റെ സൈഡിൽ കൂടെ തന്നെ ജസ്റ്റ് എന്തെങ്കിലും ഒരു പിന്ന് വെച്ചിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വയർ നമുക്ക് ബാക്കോട്ട് വലിക്കാൻ പറ്റും. പുതിയത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രസ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ആ ഹോളിൽ വെക്കുക, ഒന്ന് പ്രസ് ചെയ്യുക. ഏതായാലും ഞാൻ എല്ലാ വയറുകളും കണക്ട് ചെയ്തെടുക്കാം. സ്വിച്ചിൻ്റെ വയറുകളെല്ലാം ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വയറുകളെല്ലാം ഒതുക്കി ഒന്ന് സെറ്റാക്കി വെക്കണം. ഇപ്പം ഞാൻ സ്വിച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഡ്രില്ല് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം പുറം കവറെല്ലാം ഞാൻ സെറ്റ് ചെയ്തു. നല്ല രീതിയിൽ ഡ്രില്ല് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള സ്വിച്ചുകളൊക്കെ വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മാറ്റിയിടാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.